അമ്മമാരുടെ അടുക്കളേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മമ്മേ എന്താ പരിപാടി? കുടംപുളി ഇട്ട് ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോവാ. ചെമ്മീൻ കറി ഉണ്ടാക്കാനുള്ള കൂട്ട് അതില് കുടംപുളി ഇട്ടു. പൊടി അല്ല ഇപ്പൊ എന്താ ഇട്ടേക്കണേ? ഇപ്പൊ കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇതിലിഞ്ഞ് മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി എത്ര സ്പൂണാ? ഒരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടി. ഉപ്പ് 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 എത്രയാ? ഉപ്പ് 1 സ്പൂണ്. പിന്നെ വേണമെങ്കിൽ പിന്നെ ഇടാം. മല്ലിപ്പൊടി ഒരു 2 സ്പൂണ്. മുളക് പൊടി 2 സ്പൂണ്. ഇനി ഇതിൽ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി അരിഞ്ഞത് ഇടാൻ പോവാണ്. ഇനി കറിവേപ്പില. എത്ര തക്കാളി വേണം? പകുതി. ഒരു തക്കാളിയുടെ പകുതി. എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കുക. മിക്സാക്കി കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളമൊഴിച്ച് ഒന്നുകൂടി മിക്സാക്കുക. ഒരു അരമുറി തേങ്ങ ചിരകാൻ പോവുകയാണ്. തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ തെമ്പാല് പിഴിഞ്ഞ് കറി വെന്ത് ശരിയായതിനു ശേഷം ഇത് ശരിയാകുമ്പോ അതിലൊഴിക്കാനാ? അതിലൊഴിക്കാൻ. അതിനെന്താ മിക്സിയിലാണ് അരയ്ക്കാൻ പോണേ? മിക്സിയിലാണ് അരയ്ക്കാൻ പോണത്. ശരി. അമ്മമ്മേ ഈ കറി വയ്ക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതിൽ ആ ചെമ്മീൻ പരിപ്പിൻ്റെ പാകത്തിനുള്ള പുളി, മുളക്, തക്കാളി, ചേരുവകൾ എല്ലാതും ശരിക്കും ചേർക്കണം. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പാകം തെറ്റിയാ കഴിഞ്ഞു. പാകം തെറ്റിയാ കയ്യിൽ നിന്ന് പോവും. അതിനെന്താ ചെയ്യാൻ പോണേ? ഇനി തേങ്ങ ചതച്ചെടുത്തത് ഇതിൻ്റെ പാല് പിഴിയ. ഇതെന്താ ഇനി? ഇത് കറിയിൽ വറുത്തിടാനുള്ള ഉള്ളി ചെറുതാക്കി അരിയ. ഇതല്ലേ ഇനി അവസാനം വറുത്തിട്ടുണ്ടോ? ഇനി അത് എല്ലാം പാകം ചെയ്ത് വാങ്ങി വെച്ചതിന് ശേഷം ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തിടണം. കറി വറ്റി കുറുക്കി ശരിയായിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാണ്. എത്ര കപ്പ അത്? 1 കപ്പാ? 1 കപ്പ്. ഇനി ഇത് പാല് ഒഴിച്ച് അത് ഒന്നും കൂടി വറ്റി ശരിയാവണം. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടല്ലേ? തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിൽ ഉപ്പും നോക്കാണ്. ഉപ്പൊക്കെ പാകാണോ? പാകാണ്. കറി പറ്റി ശരിയായി. ഇനി ഇത് വാങ്ങി വെക്കാണ്. ഇനി എന്താ ചെയ്യാൻ പോണ? ഇനി ഇത് ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എണ്ണ ഒഴിക്കുകയാണ്. ഇനി ഉള്ളി ഇടാൻ പോവാണ്. ഇത് എന്തിനാ? അത് വറുത്തത്. ശരി. ഇനി ഉള്ളി മൂപ്പിച്ചത് കറിയിലേക്ക് ഒഴിക്കുകയാണ്. കറി ശരിയായില്ലേ? കറി ശരി. ചെമ്മീൻ കറി റെഡി. ചെമ്മീൻ കറി റെഡിയായി. റെഡിയായി. ഇപ്പൊ എന്താ ലാസ്റ്റ് എന്ത് ചെയ്ത് നമ്മള്? ലാസ്റ്റ് ഉള്ളി എണ്ണയിൽ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു. കറി റെഡിയായി. കറി റെഡി.
ഇനി ഇത് ടേസ്റ്റ് നോക്കണേ. ആ ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് ഇപ്പം നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. അല്ലല്ലോ, അത് ഉണ്ടാക്കിയ ടേസ്റ്റ് നോക്കണല്ലോ. ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അറിയാലോ. അതല്ല, എന്നാലും അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അതെ, ടേസ്റ്റ് നോക്കാന്നുള്ളതില്ലേ. ടേസ്റ്റ് നോക്കുക. ഇനി ഇത് ഒന്ന് ടേസ്റ്റ് നോക്കുക. ആ ആരാ നോക്കണേ? നോക്കണ്ട നീ എന്നെ നോക്കിക്കോ. പാകം ചെയ്താളല്ലോ നോക്കുക. ഓ ചൂടെടുക്കുന്നുണ്ട്. സ്പൂണൊന്നും വേണല്ലോ, കുഴപ്പമില്ല. ചൂടാറിയിട്ട് മതി കേട്ടോ, അല്ലെങ്കിൽ വായ കൊള്ളു. ആ വളട്ടോ, അടിപൊളി. അടിപൊളി. ടേസ്റ്റ് ഉണ്ട്, രസമായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നും സാധനം വെറുതെ പോവില്ല. അടിപൊളി ചെമ്മീൻ.